ജനാധിപത്യം പ്രവർത്തിക്കാൻ തുടങ്ങിയത് 51-52 എലക്ഷൻ വരുന്നതോടുകൂടിയാണ്. നവംബർ 26 തന്നെ ഈ ഭരണഘടന അംബേദ്കർ ഇന്ത്യക്ക് സമർപ്പിച്ചു. ഇന്ത്യക്ക് സമർപ്പിച്ചിട്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമുണ്ട്. നമ്മൾ ഇന്ന് കേൾക്കേണ്ട ഒരു പ്രസംഗമാണ്. എന്തുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ ഭരണഘടനയെ എതിർത്തിരുന്ന ആളുകൾ തന്നെ പിൽക്കാലത്ത് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് എന്ന ക്വസ്റ്റ്യന് നമ്മൾ ഒരർത്ഥത്തിൽ നേരിട്ട് കൊണ്ട് മാത്രമേ ഈ പറയുന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് നിരോധിക്കപ്പെട്ട സംഘടന എന്ന് പറയുന്നത് RSS ആണ്. ഒരു കാലത്ത് ദേശീയ പതാക അംഗീകരിക്കാത്തവരായിരുന്നു. അവർ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാത്തവരായിരുന്നു. ജനാധിപത്യം വരുന്നത് ഇന്ത്യൻ ഭരണഘടനയോട് കൂടിയിട്ടാണ്. ഇന്ത്യൻ ഭരണഘടന സമർപ്പിക്കുമ്പോൾ 1950 ജനുവരി 26 ഇന്ത്യൻ റിപ്പബ്ലിക് ആയതെന്ന് നമുക്കറിയാം. അതിനും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് 1949 നവംബർ 26 ഇതൊക്കെ എഴുതി കഴിഞ്ഞിരുന്നു. അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വർക്ക് തീർന്നിരുന്നു. അന്നാണ് ഈ ഭരണഘടന 49 നവംബർ 26 അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ജനുവരി 26 പക്ഷെ നവംബർ 26 തന്നെ ഈ ഭരണഘടന അംബേദ്കർ ഇന്ത്യക്ക് സമർപ്പിച്ചു. ഇന്ത്യക്ക് സമർപ്പിച്ചിട്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമുണ്ട്. നമ്മൾ ഇന്ന് കേൾക്കേണ്ട ഒരു പ്രസംഗമാണ്. കാരണം ഇപ്പം ഞാനൊക്കെ ചെറുപ്പത്തിൽ സത്യസന്ധമായിട്ട് പറയാം, ഞാനൊക്കെ ചെറുപ്പത്തിൽ ഈ പറയുന്ന തരത്തിൽ ഈ സ്റ്റുഡൻസ് രാഷ്ട്രീയമൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഞാനൊക്കെ വിളിച്ചിട്ടുള്ള മുദ്രാവാക്യം ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ള ഒരു മുദ്രാവാക്യമായിരുന്നു. വി ഡോണ്ട് വാണ്ട് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ, ടാറ്റ ബിർള കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അന്ന് വിളിച്ചിട്ടുള്ള മുദ്രാവാക്യം. നമ്മൾ തിരിഞ്ഞു നോക്കി പറയണത്, ഞാൻ പറയാം, അതാണ് അതിലെ സത്യസന്ധത എന്ന് പറയുന്നത്. അന്നത്തെ ഒരു ഇടതുപക്ഷത്തിൻ്റെതായിട്ടുള്ള വലിയ സ്വപ്നം, മറ്റൊരു തരത്തിലുള്ള ഒരു ഭരണകൂടത്തെക്കുറിച്ചുള്ള സ്വപ്നം, സമത്വത്തെക്കുറിച്ചുള്ള ഈ ഒരു വലിയ ആശയം അന്ന് മുന്നോട്ട് വെച്ചിരുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ശരിയല്ല എന്ന് പറയുന്ന തരത്തിലുള്ള ഒരാശയമാണ്. അപ്പം ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്ത് ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ വ്യവച്ഛേദം നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയണം. ഭരണഘടന വിമർശനാതീതമാണോ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമ്മൾ അങ്ങനെയാണ് നേരിടേണ്ടത്. എന്തുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ ഭരണഘടനയെ എതിർത്തിരുന്ന ആളുകൾ തന്നെ പിൽക്കാലത്ത് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് എന്ന ക്വസ്റ്റ്യന് നമ്മൾ ഒരർത്ഥത്തിൽ നേരിട്ട് കൊണ്ട് മാത്രമേ ഈ പറയുന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. പക്ഷേ അന്ന് അതിനേക്കാൾ വലിയ എന്ന് പറഞ്ഞാൽ ഈ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ തന്നെ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായിരുന്നു സോംനാഥ് ലാഹിരി എന്ന് പറയുന്ന ആ മെമ്പർ. സോംനാഥ് ലാഹിരി ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധി ഉണ്ടായത്. ഏക പ്രതിനിധി അദ്ദേഹമായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. സോംനാഥ് ലാഹിരി പറയുന്ന ഒരു കാര്യം, സാമൂഹ്യ വിപ്ലവം നിങ്ങൾക്ക് ഭരണഘടനയെ കൂടെ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു വിമർശനമാണ് വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആസൂത്രണത്തിലൂടെ ലോകത്ത് ഒരിടത്തും വിപ്ലവം നടക്കില്ല. വിപ്ലവം നടക്കണമെങ്കിൽ അത് ജനകീയമായ വിപ്ലവം നടക്കുള്ളൂ. അടിത്തട്ടിലെ ജനങ്ങൾ ഒരർത്ഥത്തിൽ സമത്വത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സഹോദര്യത്തെക്കുറിച്ചൊക്കെ ബോധവാന്മാരും ബോധവതികളും ആക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു സാമൂഹ്യ വിപ്ലവം നടക്കുള്ളൂ. അപ്പം അതുകൊണ്ട് അത് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടത്തിന് നടപ്പാക്കാൻ കഴിയുന്നതല്ല സാമൂഹ്യ വിപ്ലവം എന്ന് പറയുന്ന ആശയമാണെന്ന് സോംനാഥ് ലാഹിരി അവിടെ ഉന്നയിക്കുന്ന ഒരു ആശയം. ഞാൻ പറഞ്ഞാൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. ആ ആശയത്തിന്റെ ചൂട് വെച്ചിട്ടാണ് ഈ വി ഡോണ്ട് വാണ്ട് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്ന മുദ്രാവാക്യത്തിലേക്ക് ഒരു കാലത്ത് ഇന്ത്യയിലെ ഇടതുപക്ഷമൊക്കെ പോയിട്ടുള്ളത്. ഇതിൻ്റെ അതേ സമയം തന്നെ ഈ പറയുന്ന വലതുപക്ഷ ഹിന്ദുത്വവാദികളും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എതിർത്തിരുന്നു. ഈ എതിർപ്പും 2 തരത്തിലാണ്. അത് വളരെ അടിവരയിട്ട് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ സംബന്ധിച്ച് അന്ന് സോവിയറ്റ് യൂണിയൻ ഉണ്ടാകുന്ന കാലമാണ്. ലോകമെമ്പാടും അത്തരം കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ, വിപ്ലവ ഭരണകൂടങ്ങൾ ഉണ്ടാവുന്ന കാലാണ്. സ്വാഭാവികമായിട്ടും അന്ന് ലോകം മുഴുവൻ പുതിയൊരു നവലോകത്തെ സ്വപ്നം കാണുന്ന കാലമാണ്. അപ്പൊ നവലോകത്തെ സ്വപ്നം കാണുമ്പോൾ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനെ വിമർശിക്കുന്നുണ്ട്. അതേസമയം ഇന്ത്യയെ വളരെ പ്രാചീനമായ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണിസത്തിന്റെ
തലത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരും ഇതിനെ എതിർക്കുന്നുണ്ട്. ഈ രണ്ട് എതിർപ്പുകളും തമ്മിലുള്ള വ്യത്യാസം വളരെ സ്പഷ്ടമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്നാലേ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, 48 ജനുവരി 30 ഗാന്ധി കൊല്ലപ്പെടുന്നു. ഈ 48 ജനുവരി 30 ഗാന്ധി കൊല്ലപ്പെട്ട ശേഷം ഇന്ത്യയിൽ ആദ്യമായി നിരോധിക്കപ്പെട്ട സംഘടന, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് നിരോധിക്കപ്പെട്ട സംഘടന എന്ന് പറയുന്നത് RSS ആണ്. ഇന്ന് ആരെങ്കിലും അത് പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ അറിയുന്നവർ പോലും ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ ഏറ്റവും പ്രബല സംഘടനയായ, ഇന്ത്യയിലെ ഏറ്റവും പ്രബല സംഘടനയായ, അല്ലെങ്കിൽ ഇന്ത്യയെ തന്നെ നിയന്ത്രിക്കുന്ന ഈ തരത്തിലുള്ള ശക്തിയുള്ള ഈ സംഘടന RSSനെയാണ് ഫെബ്രുവരി 2, 3, 4 തീയതികളിൽ പലയിടത്തും പല ഡേറ്റിലാണ് നിരോധിക്കുന്നത്. അന്നത്തെ ഒരു ഘടന അനുസരിച്ച് ഡൽഹിയിൽ ആദ്യം നിരോധിക്കുന്നു, പിന്നീട് സംസ്ഥാനങ്ങൾ വിളിച്ചു ചേർക്കുന്നു, അവർ ഓരോരുത്തരും നിരോധനം പുറപ്പെടുവിക്കുന്നു. അങ്ങനെ ഫെബ്രുവരി 2, 3, 4 തീയതികളിൽ RSSനെ നിരോധിക്കുന്നുണ്ട്. ഈ RSSനെ നിരോധിച്ച ശേഷം അന്ന് അവരുടെ സർസംഘ ചാലക്കായിരുന്ന ഗോൾവാൾക്കർ, MS ഗോൾവാൾക്കർ ഈ നിരോധനം പിൻവലിപ്പിക്കാൻ വേണ്ടിയിട്ട് പല കത്തടപാടുകളും നേരിൽ കാണലൊക്കെ പട്ടേലായിട്ട് പ്രധാനമായിട്ട് നടത്തുന്നുണ്ട്, സർദാർ പട്ടേലായിട്ട് നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ രേഖകൾ ഇന്ന് ആർക്ക് വേണമെങ്കിലും അവൈലബിൾ ആണ്, എല്ലാവർക്കും കിട്ടാവുന്നതാണ്. പണ്ട് കാലത്താണെങ്കിൽ ഇത് പറയുമ്പോൾ ഇത് ഈ പറഞ്ഞ മാതിരി ഇതിന് തെളിവ് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ തെളിവ് കീശയിലിട്ട് നടക്കാൻ പറ്റില്ല, അത്ര വലിയ സംഗതികളാണ്. പക്ഷെ ഇന്ന് ഇത് എല്ലാവർക്കും അവരവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്, സ്വന്തം നിലയ്ക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പം അന്ന് ഗോൾവാൾക്കർ വന്നിട്ട് പലവട്ടം കത്തെഴുതുന്നുണ്ട്. അതുപോലെ തന്നെ പട്ടേലിന്, അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ഈ നിരോധനാജ്ഞ പുറപ്പെടുവിച്ച പട്ടേലാണ്. പട്ടേലിനെ കണ്ട് ഇത് പിൻവലിക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നിരോധനം പിൻവലിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അവർ പറയുന്ന കാര്യം, ഞങ്ങൾ ഇന്ത്യയില് ഞങ്ങൾ ഫാസിസ്റ്റ് ഒന്നുമല്ല എന്ന് പറഞ്ഞാൽ, നേരിട്ട് ഫാസിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിരോധിക്കുന്നത്, പക്ഷേ നിങ്ങൾ ഇന്ത്യയിലെ അരാജകവൽക്കരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ഈ പറഞ്ഞ പോലെ കൊലയും കൊള്ളിവെപ്പും അരാജകത്വവും പരത്തി എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ളിലെ പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ്. ഈ കൊലയും കൊള്ളയും അരാജകത്വവും വർഗീയവാദവും ഒക്കെ ചേർന്നിട്ട് ഗാന്ധിയുടെ വധത്തിലേക്ക് അത് രാജ്യത്തെ നയിക്കുകയുണ്ടായെന്ന് വളരെ വ്യക്തമായി നിരോധനാജ്ഞയെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഗാന്ധിയുടെ വധത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെ ഇവിടെ പ്രത്യേകം നമ്മൾ അടിവരയിട്ട് പറയണം. ഗാന്ധിയുടെ ജീവിതത്തിൽ ഗാന്ധി മുഴുവൻ പൊരുതിയത്, അല്ലെങ്കിൽ ജീവിതം മുഴുവൻ പരിശോധിച്ചാൽ അതിന്റെ മുക്കാഭാഗവും പൊരുതിയത് ബ്രിട്ടീഷുകാരോടാണ്. ദക്ഷിണാഫ്രിക്കയിലായാലും ഇന്ത്യയിൽ വന്നിട്ടായാലും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സമരം എന്ന് പറഞ്ഞാൽ കൊളോണിയലിസ്റ്റോട്, സാമ്രാജ്യത്വത്തോട്, ബ്രിട്ടീഷുകാരോടായിരുന്നു. പക്ഷെ ഗാന്ധിയെ കൊന്നത് ഇന്ത്യക്കാരനാണ്, ബ്രിട്ടീഷുകാരല്ല എന്ന് നമ്മൾ ഓർക്കണം. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം പറയുന്നുണ്ട്, ഈ ഇന്ത്യക്കാരെ ഉപയോഗിച്ചിട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരാളെ കൊല്ലിക്കുന്നതിൽ ഈ സംഘടന നടത്തിയ പ്രചരണം വലുതായി സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് RSSനെ നിരോധിക്കുന്നത്. നിരോധനം പിൻവലിക്കാനായി പട്ടേലിനെ കത്തെഴുതുന്നതിലും നേരിൽ കണ്ട് സംസാരിക്കുമ്പോൾ ഒക്കെ ഗോൾവാൾക്കർ പറയുന്നത്, ഞങ്ങൾ ഇനി ഇതൊക്കെ ഉപേക്ഷിക്കാം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രീതികളൊക്കെ ഉപേക്ഷിച്ച് ഞങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് കീഴ്പ്പെട്ട് പ്രവർത്തിച്ചു കൊള്ളാം എന്നാണ് വാക്ക് കൊടുക്കുന്നത്. അപ്പൊ പട്ടേലോ നെഹ്റുവോ അത് അംഗീകരിക്കുന്നില്ല. ആദ്യം പറയുന്ന കാര്യം, പട്ടേൽ ആദ്യം ആവശ്യപ്പെട്ട കാര്യം RSSനോട്, നിങ്ങൾ 2 കാര്യം ആദ്യം അംഗീകരിച്ചിട്ട് പോകാം. അപ്പൊ നമുക്ക് ചർച്ച തുടങ്ങാം. ചർച്ച തുടങ്ങണമെങ്കിൽ 2 കാര്യം സമ്മതിക്കണം. ഒന്ന്, ഇന്ത്യൻ പതാകയെ അംഗീകരിക്കണം. എന്ന് പറഞ്ഞാൽ ത്രിവർണ പതാകയെ അന്ന് RSS അംഗീകരിച്ചിട്ടില്ല. ഒന്ന്, നമ്പർ 1. അവർ കാവിപ്പതാകയാണ് ഇന്ത്യൻ പതാകയ്ക്ക് വരാൻ നിർദ്ദേശിച്ചത്. ജെറുവ ഫ്ലാഗ് എന്ന് പറയും. ജെറുവ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ഈ ശിവജിയുടെ ഫ്ലാഗാണത്. ശിവജിയുടെ ഇങ്ങനെ പിളർന്ന ഫ്ലാഗ് കണ്ടിട്ടില്ലേ, ഇതാണ് ജെറുവ ഫ്ലാഗ്. ഇതാണ് അവര് ഒന്നാമതായിട്ട് പറഞ്ഞിരുന്ന കാര്യം. രണ്ടാമത്, അന്ന് ആ സമയത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി കൂടിക്കൊണ്ടിരിക്കുകയാണ്, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് വേണ്ടിയുള്ള ഒരു ഭരണഘടന ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനവർ എതിർക്കുകയും പലതരത്തിൽ അതിനെതിരെയുള്ള ആക്രമണങ്ങൾ, ഭൗതികമായിട്ടുള്ള ആക്രമണമല്ല, അതിനെതിരെയുള്ള ആശയ തലത്തിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തിരുന്നു. അവരുടെ ഓർഗനൈസർ പോലെയുള്ള അന്നത്തെ പാഞ്ചജന്യ എന്നൊക്കെ പറയുന്ന ആ കാലത്തുണ്ടായിട്ടുള്ള
നിരവധി പ്രസിദ്ധീകരണങ്ങളിലൂടെ ഈ ഭരണഘടന എന്ന് പറയുന്നത് കൊളോണിയൽ ഭരണഘടനയാണ്, ഇത് നമുക്ക് വേണ്ട, നമുക്ക് ഇവിടെ തന്നെ ഭരണഘടനയ്ക്ക് ഒരു പ്രാക്ടീസ് ഉണ്ട്, നമുക്ക് മനുസ്മൃതി ഉണ്ട്, നിരവധി സ്മൃതികളുണ്ട്, നിരവധി ശ്രുതികളുണ്ട്, നമ്മുടെ പുരാണങ്ങളിൽ നിന്ന് നമുക്ക് തത്വങ്ങൾ എടുക്കാൻ പറ്റുന്നതാണ്, ഇതൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യക്ക് വേണ്ടത് എന്നതാണ് അവര് മുന്നോട്ട് വെച്ച കാര്യം. എന്ന് ചുരുക്കി പറഞ്ഞാൽ ബ്രാഹ്മണിസമാണ് ഈ ശ്രുതി സ്മൃതി പുരാണോക്തം എന്ന് പറയുന്നത്. അവർ പറയുന്നത് അതിൻ്റെ ഉള്ളിലൊക്കെ തന്നെ ബ്രാഹ്മണർക്ക് മേൽക്കോയ്മ നൽകുന്ന, മറ്റുള്ളവരെ പുറന്തള്ളുന്ന തരത്തിലുള്ള ഭരണഘടനയാണ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഒരു മെജോറിറ്റിനെ ആസ്പദമാക്കിയിട്ടുള്ള ഹിന്ദുമതത്തിനാണ് ഇന്ത്യയിൽ മെജോറിറ്റി ഉള്ളത് കൊണ്ട് അവരെ സംരക്ഷിക്കുന്ന, എന്നാൽ അതിന് പുറത്തുള്ള മനുഷ്യർക്ക് ന്യൂനപക്ഷങ്ങൾക്കോ മറ്റുള്ളവർക്കോ, ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ മതന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, ചിലപ്പോൾ അത് ഭാഷാ ന്യൂനപക്ഷമാവാം, ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഒരു അച്ചുതണ്ടിന് അപ്പുറത്തുള്ള എല്ലാ മനുഷ്യരെയും പുറന്തള്ളുന്ന ഒരു ഭരണഘടനയാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. അതിനു വേണ്ടി നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോഴാണ് പട്ടേൽ പറയുന്നത്, അല്ലെങ്കിൽ അന്നത്തെ സർവകക്ഷി മന്ത്രിസഭയെ പ്രതിനിധീകരിക്കുന്ന ആഭ്യന്തരമന്ത്രി പറയുന്നത്, ഇത് നിങ്ങൾ നിർത്തണം. ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ദേശീയ പതാക അംഗീകരിക്കണം, രണ്ട് ഇന്ത്യൻ ഭരണഘടനയെ ഉണ്ടാവാനിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കണം. ഇത് രണ്ടും കഴിഞ്ഞാൽ ചർച്ചയ്ക്ക് വരെ വന്നാൽ മതി എന്നാണ് പറയുന്നത്. അങ്ങനെ ഇത് രണ്ടും അംഗീകരിക്കാൻ നിർബന്ധിതമായി. നിങ്ങളൊന്ന് ആലോചിക്കണം, ഇന്ന് ഈ ദേശീയ പതാക ഏറ്റവും ഉയരത്തിൽ പാറിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയതയുടെ മൊത്തക്കച്ചവടക്കാരാണ് തങ്ങളെന്ന് നമ്മളോട് പറഞ്ഞ് കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യര് ഒരു കാലത്ത് ദേശീയ പതാക അംഗീകരിക്കാത്തവരായിരുന്നു. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഈ പറഞ്ഞ പോലെ അവര് ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാത്തവരായിരുന്നു. ഒരു സന്ദർഭത്തിൽ അവർക്ക് പ്രവർത്തിക്കുക ഡു ഓർ ഡൈ സിറ്റുവേഷനിലാണ് അവർ നിർബന്ധിത പൂർവം ഇത് സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റില്ല, ഇന്ത്യയിൽ എന്നേക്കുമായി നിരോധിക്കപ്പെടും. അങ്ങനെ അതിലേക്ക് വരുന്നു. അപ്പോൾ പിന്നീട് ഗവൺമെന്റ് പറഞ്ഞു, പ്രത്യേകിച്ച് നെഹ്റു വലിയ തരത്തിൽ കടുംപിടുത്തം പിടിച്ചു, നിങ്ങൾ ജനാധിപത്യ സംഘടന ആയാലും ഇവിടെ പ്രവർത്തിച്ചാൽ മതി. RSSന് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. RSSനെ സംബന്ധിച്ച രഹസ്യ സംഘടനയായിരുന്നു, രഹസ്യമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ആകെ പുറത്തേക്ക് ആൾക്കാർക്ക് അറിയാം, ഒരു സർസംഘ ചാലക്കിനെ മാത്രം ആണ് പുറത്തേക്ക് അറിയുക. ഇനിയിപ്പോ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. തൃശ്ശൂർ ജില്ലയിലെ RSSന്റെ നേതാവിനെ നിങ്ങൾക്കറിയോ? BJP നേതാവിനെ അറിയാം. കേരളത്തിലെ RSSന്റെ നേതാവിനെ അറിയോ? നിങ്ങളുടെ താലൂക്കിലെ RSS നേതാവിനെ അറിയോ? അറിയില്ല. ഈ പറയുന്ന ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 48 കഥയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് ഇത്രയും വർഷം കഴിഞ്ഞു, അവരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ഭരണകൂടം ഇവിടെ വന്നു, എന്നിട്ടും നമുക്കറിയില്ല ഈ സംഘടന എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയില്ല. എന്നിട്ടാണ് നമ്മൾ ഈ ഹിന്ദുത്വ വർഗീയതയൊക്കെ എതിർക്കാൻ പുറപ്പെടുന്നതെന്ന് പറയുന്നിടത്താണ് നമ്മുടെ ദൗർബല്യം നമുക്ക് വ്യക്തമാക്കുക. നമ്മൾ എന്ന് പറഞ്ഞാൽ സെക്യുലറിസ്റ്റുകളുടെ ദൗർബല്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ സെക്യുലറിസ്റ്റ് ഇന്ത്യൻ മതേതരത്വത്തെ തകർക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന സംഘടനയുടെ പ്രവർത്തന രീതിയെ നമുക്കറിയില്ല. പട്ടേൽ നെഹ്റു അത് അന്ന് ആവശ്യപ്പെട്ടു. ആ കാര്യം ഇത്രയും കാലം കഴിഞ്ഞിട്ട് നമുക്ക് പോലും അറിയില്ല. അപ്പൊ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ ഒരു ജനാധിപത്യപരമായിട്ട് പ്രവർത്തിക്കാൻ സന്നദ്ധരായിട്ട് മുന്നോട്ട് വന്നാലേ ഈ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ പറ്റൂ. കട്ടായം പറഞ്ഞു നെഹ്റു. അങ്ങനെയാണ് അവർ ആദ്യമായിട്ട് അവർക്കൊരു ഭരണഘടന ഉണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ സംഘടനയ്ക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കുന്നത്. അതിന് ദേവറസിന്റെ നേതൃത്വത്തിൽ, പിൽക്കാലത്ത് സർസംഘചാലക്കായ ദേവറസിന്റെ നേതൃത്വത്തിലാണ് ഭരണഘടന എഴുതിയുണ്ടാക്കുന്നത്. അത് സമർപ്പിക്കുന്നുണ്ട്. അന്നത്തെ ഗവൺമെന്റ് അത് കൂലങ്കുഷായിട്ട് പരിശോധിക്കുന്നു, ഇതിൽ തിരുത്തുകൾ നിർദ്ദേശിക്കുന്നു, അങ്ങനെ വീണ്ടും തിരുത്തി എഴുതുന്നു. അങ്ങനെ പല കാര്യങ്ങളും നെഹ്റു ഇൻസിസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരുന്നുണ്ട്. അതിലൊരു കാര്യം, 18 വയസ്സിന് മുമ്പുള്ള ഒരു കുട്ടിക്ക്, ഒരു ആൺകുട്ടിക്ക്, ആൺകുട്ടികളെ മാത്രമല്ല RSSൽ ചേർക്കുള്ളൂ, ആൺകുട്ടിക്ക് RSSൽ പ്രവർത്തിക്കണമെങ്കിൽ അവൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ അനുവാദം വേണം. നമുക്ക് ആർക്കെങ്കിലും അറിയൂ? 18 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിക്ക് ശാഖയിൽ പോവുകയാണെങ്കിൽ
അച്ഛൻ്റെയോ അമ്മയുടെയോ അനുവാദം എഴുതിയ കത്ത് കൊണ്ടു കൊടുക്കണം, എന്നാലേ ചേർത്താൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഒരു ദിവസം ഈ കത്ത് കൊടുത്ത അച്ഛനോ അമ്മയ്ക്കോ തോന്നുകയാണ് നാളെ തൊട്ട് എൻ്റെ കുട്ടി അങ്ങോട്ട് വരുന്നില്ല എന്ന് കൊടുത്തയച്ചു കഴിഞ്ഞാൽ അവനെ വേറെ തടസ്സമൊന്നുമില്ലാതെ അവിടെ തിരിച്ചേൽപ്പിക്കണം. ഇങ്ങനെ അത്രയും കർശനമായ നടപടികൾ നെഹ്റു എടുത്തിരുന്നു. അതിൻ്റെ കാരണം നെഹ്റു തന്നെ പലവട്ടം പറയുന്നുണ്ട്, എനിക്ക് ഇവരറിയാം, ദേ ആർ ഫാസിസ്റ്റ്. എനിക്കറിയാം, ഞാൻ ജർമ്മനിയിലെ ഫാസിസം പഠിച്ചിട്ടുള്ളതാണ്, ഇറ്റലിയിലെ ഫാസിസം പഠിച്ചിട്ടുള്ളതാണ്, യൂറോപ്യൻ ഫാസിസം പഠിച്ചിട്ടുള്ളതാണ്. യൂറോപ്യൻ ഫാസിസത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഒന്നും ചെയ്യാനില്ലാത്ത ഈ യുവത്വത്തെ, ഒരർത്ഥത്തിൽ ഒരു മുന്നോട്ട് പോവാൻ കഴിയാത്ത ഒരു യുവത്വത്തെ എങ്ങനെയാണ് അവർ ഗ്രാബ് ചെയ്തതെന്ന് എനിക്കറിയാം. കാരണം യുവത്വത്തിന് വലിയ തരത്തിലുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, പ്രവർത്തിക്കാനുള്ള ആവേശമുണ്ട്. ഈ പ്രവർത്തിക്കാനുള്ള ആവേശത്തെ ഒരു തരത്തിൽ അക്രമം ആക്കി മാറ്റാതിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് വലിയ വിവേകങ്ങൾ കയറ്റി വിടുന്നത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തൊരു ആശയതലം സജീവമായിട്ട് നിൽക്കുമ്പോൾ ഇതുമായി തട്ടിച്ചു നോക്കിയിട്ടാണ് ആ യുവശക്തി ഒരർത്ഥത്തിൽ പ്രവർത്തിക്കുക. ഈ ആലോചന തലയെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വലിയ തരത്തിലുള്ള എനർജിയുള്ള മനുഷ്യരാണ്, യൂത്താണ്, നമുക്ക് പ്രവർത്തിക്കാൻ ഭൗതികമായ കഴിവുണ്ട്. ആ ആൾക്ക് ഒരാലോചനാ ശേഷിയും ഇല്ലെങ്കിൽ മോളിൽ നിന്ന് വരുന്ന ഒരു ആജ്ഞ പെട്ടെന്ന് അത് എടുത്തു ചാടാനുള്ള ഒരു യന്ത്രമായിട്ട് അദ്ദേഹത്തിന് മാറ്റുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഫാസിസ്റ്റുകളാക്കാം. ഇതാണ് ജർമ്മനിയിൽ നടന്നത്, ഇതാണ് ഇറ്റലിയിൽ നടന്നതെന്ന് എനിക്കറിയാം. ഇന്ത്യയിൽ അതിനു വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത്. അതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് ഈ ശാഖയിൽ നടക്കുന്നത്. ശാഖ എന്ന് പറയുന്ന അവരുടെ ദൈനംദിന ഈ പ്രാക്ടീസിങ്ങിൽ നടക്കുന്നത് എന്താ? ഈ തരത്തിലുള്ള കായിക പ്രവർത്തനങ്ങൾ, ഈ തരത്തിലുള്ള അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഐഡിയോളജി അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഐഡിയോളജിക്കൽ സ്കൂളുമായിട്ട് അത് പ്രവർത്തിക്കുന്നു. ബെലില്ല സ്കൂൾ എന്നുള്ള രീതിയിൽ ഇറ്റലിയിൽ നടത്തിയിരുന്ന അതേ സംഗതിയാണ്, മുസോളിനി നടത്തിയിരുന്ന സംഗതിയാണ്. ആ സംഗതിയാണ് ഇവിടെ മറ്റൊരർത്ഥത്തിൽ ഈ ബ്രാഹ്മണിസത്തിന് പുറത്ത് ബ്രാഹ്മണിസത്തെ കേന്ദ്രീകരിച്ച് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നെഹ്റു വളരെ വ്യക്തമായിട്ട് ഇതൊക്കെ എഴുതി ചേർത്തു. അവസാനം ഇതൊക്കെ എഴുതി ചേർത്ത് സമ്മതിച്ചിട്ടാണ് നെഹ്റു ഇവരെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 1.5 കൊല്ലത്തോളം പുറത്ത് നിന്നിട്ടാണ് ഇവർ വീണ്ടും ഈ പ്രവർത്തനാനുമതി നേടുന്നത്. 48 ഫെബ്രുവരി നിരോധിച്ചിട്ട് 49 ജൂലൈ ഒക്കെ ആകുമ്പോഴാണ് പ്രവർത്തനാനുമതി കിട്ടുന്നതെന്ന് ഓർക്കണം. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ